ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇന്നലെ നമ്മൾ വെള്ളിയാട്ടം മൂവി അങ്ങോട്ട് കണ്ട് 24 വർഷത്തിന് ശേഷം റീ റിലീസ് ഷാജി കൈലാസ് മമ്മൂക്ക കൂട്ടുകെട്ടിൻ്റെ എവർഗ്രീൻ മൂവി. ഇന്നലെ നമ്മൾ പാലക്കാട് തിയേറ്റർ ന്യൂ ആരോമ തിയേറ്ററിൽ നിന്നാണ് കണ്ടത്. നിങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറി. നിങ്ങൾ ആദ്യം 2 പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ 2 പേരായിട്ട് പടം നടക്കുന്നവരെ പെടുന്നത്. പിന്നെ ഒരു 10-12 പേര് പടത്തിന് കയറി പടം കണ്ടു. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വലിയൊരു ആഗ്രഹമാണ്. ഞാൻ ഈ പടം കാണാൻ പോയിട്ടെ 2000 വെക്കേഷൻ ടൈമിൽ പടത്തിന് പോകുന്നു. ഞാൻ രഷില് ഒരു കൂട്ടുകാരുണ്ട്, ലിജോ, പിന്നെ സുരേഷോ സുമേഷോ, നിങ്ങൾ 3-4 പേരും കൂടി പോകുന്നു. ഗംഭീര തിരക്കാ പടത്ത്. തൃശ്ശൂർ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ അവിടെ പോകണം. അവിടെ പോയിട്ട് രക്ഷയില്ല. നിങ്ങൾ ഒരുത്തുണ്ട്, ലിജോ എന്ന് പറഞ്ഞ ഒരുത്തുണ്ട്. അവ തിക്കും തിരക്കിന്റെ ഇടയിൽ കയറി പോയി. അവ പടം കണ്ടു. ഞങ്ങൾ എന്നിട്ട് അവിടെ ഫുള്ള് നിന്ന് രക്ഷയില്ലെന്ന് മനസ്സിലായി. ടിക്കറ്റ് ഒക്കെ ബ്ലാക്കിന് ചോദിച്ചു. അപ്പോൾ ഒട്ടുക്കത്തെ പൈസ പറയും. അതിൽ ഡ്രീംസ് എന്ന് പറഞ്ഞ സുരേഷ് ഗോപി പടം കണ്ട് തിരിച്ചു പോന്നു. പിന്നെ ഈ പടം വലിയേട്ടൻ നമ്മള് കൈരളിയിലും ചാനലിലൊക്കെ കണ്ടുള്ളൂ. അതിനുശേഷം റീ റിലീസ് കാണുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ റീ റിലീസുകളുടെ ട്രെൻഡാണ്. സ്ഫടികം, ദേവദൂതൻ, മണിച്ചിത്രത്താഴ് നമ്മൾ ഒരുമിച്ച് കണ്ടല്ലേ. അതേപോലെ അൻവറും പാലരിമണിക്കൊന്നും ഷോസ് ക്യാൻസലായി പോകണ്ടായത് അത്. പക്ഷെ ഈ പടത്തിന് കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ പടവും വളരെ റീ റിലീസ് കറക്റ്റ് പ്രൊമോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹാർഡ് കോഡ് മമ്മൂക്ക ഫാൻസ് വരെ ഈ പടത്തിന് കയറിയിട്ടില്ല. കുറെ റീസൺ ഉണ്ട്. കാരണം കൈരളിയിൽ 2000 അടുത്ത പ്രാവശ്യം വന്ന പടമാണ്. പക്ഷെ ഈ പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. പടത്തിലേക്ക് വരാം. മമ്മൂക്കേനെ കാണുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒന്നുകൂടി ചെറുപ്പമായിക്കൊന്നു തോന്നും. എൻ്റെ ചെങ്ങാതിയുടെ സ്വാഗ്, ഓരോ ഷൂട്ടൊക്കെ ഉണ്ട്. ക്യാമറ ഒക്കെ ഓരോ സൈഡിൽ നിന്നൊക്കെ വെച്ചെടുത്തുള്ള സാധനമുണ്ട്. പ്രത്യേകിച്ച് ഷാജി കൈലാസിന്റെ മേക്കിങ് അത് വേറെ ലെവലാണ്. നമുക്കറിയാം നരസിംഹത്തിന് ശേഷം ഈ പടം വരുന്നത്. അപ്പോൾ അത് മോഹൻലാലിൻ്റെ ഒരു പടം ഹിറ്റായതിനു ശേഷം ഷാജി കൈലാസ് എടുക്കുന്ന പടം മമ്മൂട്ടിയുടെ ആഗ്രഹപ്രകാരം എടുത്തൊരു പടമാണ്. ഒരു അഭിമുഖത്തിലൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കുറേ ഭാഗങ്ങളിൽ ഈ പടം കണക്ഷനൊക്കെ ഉണ്ട്. പക്ഷെ മോഹൻലാല് വേറെ, മമ്മൂട്ടി, 2 പേരും നമ്മുടെ മലയാളത്തിന്റെ താരരാജകുമാരാണ്. അത് യാതൊരു സംശയമില്ല. പടം അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. സൗണ്ട് എഫക്റ്റ്, സ്ക്രീന് നമ്മൾ കണ്ടതൊരു മോശമില്ലാത്ത തിയേറ്ററാണ്. രാഗത്തിന്റെ സെറ്റപ്പ് ഒന്നും ഇല്ല. 4K കാണാൻ പറ്റി. സൗണ്ടൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെന്ന് വെച്ചാൽ പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 2024 ആവണ സമയത്ത് നമ്മുടെ ഒക്കെ മൈൻഡ് സെറ്റ് മാറി. ഈ പടത്തിൽ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. VCR, സ്ഫടികത്തിലെ ആ ചുള്ളൻ ഇതിലും കാമുകനാണ്. അവൻ പറയുന്നുണ്ട് കട കടത്ത് VCR. അപ്പൊ CD ഇതൊന്നും ഇല്ലടാന്ന് ചോദിച്ചു. അതൊക്കെ ആയി വരുന്നു. അപ്പൊ ബ്ലൂ പടം ഒന്നും ഇല്ലടാ. അതൊക്കെ നോക്കെ വലിയ തെറ്റാണ്. അതൊക്കെ ആ രീതിയിലുള്ള കാര്യങ്ങൾ. പിന്നെ പറയണ സുധീഷിനെ ബോഡി ഷെയിം ചെയ്യുന്നത്, എന്നിട്ട് സമുദ്രനിരപ്പിൽ നിന്ന് 3 അടി ഞൊണ്ടീന്ന് വിളിക്കുന്നതൊക്കെ, അതൊക്കെ വേണമെങ്കിൽ ഒരു പക്ഷെ കട്ട് ചെയ്യണം തോന്നി എനിക്ക്. അല്ല, ഒരുപാട് ഭാഗങ്ങൾ ഈ പടത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വേണേ കട്ട് ചെയ്ത് കളയായിരുന്നു. പിന്നെ എന്റെ കയ്യ് ചന്തി കഴുകാൻ ഉപയോഗിക്കുന്ന കയ്യാ, അങ്ങനെ കുറെ അതൊക്കെ ഉണ്ട്. തന്നൊക്കെ ഭയങ്കര കയ്യടിയാട്ടത്. വേറെ കാര്യം പറയണം. നമുക്ക് ഇപ്പൊ ഒന്നത് ഉൾക്കൊള്ളാൻ പറ്റും. നീ വെറു പെണ്ണായി പോയി. ഒരുപാട് പടത്തിൽ നരസിംഹത്തിൽ തന്നെ ഫർഗീസ് പറയുന്നുണ്ട് നീ വെറു പെണ്ണ. അതുപോലെ ഷാജി കൈലാസ് ഒരുവിധ പടങ്ങളിലൊക്കെ അങ്ങനെ സാധനങ്ങളുണ്ട്. കമ്മീഷണർ നീ വെറും പെണ്ണ, കിങ്ങില്, മോഹൻലാലിന്റെ ഒരു വല്ല പടത്തിന്. പക്ഷെ അന്നത് കുറെ കയ്യടിക്കും. പക്ഷെ ഇന്നൊക്കെ അങ്ങനെ പറഞ്ഞ പിറ്റത്തെ ദിവസം അവിടെ എന്തൊക്കെ ഉണ്ടാവും. കാലഘട്ടത്തിന്റെ വ്യത്യാസങ്ങളാണ്. അന്ന് കാണുമ്പോ എന്ന് പറയുമ്പോ നമുക്കൊരു ഇപ്പൊ പോലീസിനും അതൊക്കെ ഭയങ്കര മാറ്റം വന്നു. ഇപ്പൊ പോലീസിനൊക്കെ ആക്രമിക്കുന്നു, ഫ്യൂഡൽ അതൊക്കെ മാറ്റങ്ങൾ വന്നു. അതൊക്കെ നമുക്ക് പടത്തിന്റെ ഒരു പോരായ്മയല്ല. ഇന്ന് കാണുന്ന സമയത്ത് അന്ന് നമ്മളൊക്കെ കൈയടിച്ചു. പടത്തിനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാനില്ല. പടം സൂപ്പറാണ്. പക്ഷെ എനിക്കുണ്ടല്ലോ ആ അന്നത്തെ കാലത്തെ അപേക്ഷിച്ച് ഇന്നൊക്കെ കാണുമ്പോഴേ ആ കാലഘട്ടം ഒപ്പിയെടുത്തുള്ള രീതികളൊക്കെ സെറ്റാണ്. പക്ഷെ നമുക്ക് ഇന്ന് കാണുന്ന സമയത്ത് അതാ പറഞ്ഞേ, നമ്മളിപ്പോ കാലഘട്ടം തെറ്റി ഇറങ്ങിയ കുറെ പടങ്ങൾ എന്ന് പറയും. ദേവദൂതനൊക്കെ ശരിക്കും അങ്ങനെ കുറച്ച് പടങ്ങളൊക്കെ ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ സത്യം പറഞ്ഞ ഇപ്പൊ കണ്ടപ്പോഴും എനിക്ക് അതിലെ ഓരോ പറയുന്ന വേറെ സബ്ജക്ട് ആയതുകൊണ്ടായിരിക്കും. മണിച്ചിത്രായുടെ കോമഡി ഒക്കെ നമുക്ക് ആവർത്തന രസം തോന്നാറില്ല. ചില കോമഡികളൊക്കെ നമുക്ക് ആവർത്തന. ചില പടങ്ങൾ ശരിക്കും പറഞ്ഞാൽ കാലം തെറ്റി ഇറങ്ങിയ പടങ്ങൾ ഇഷ്ടം പോലെ അവിടെ അപ്പൊ ജയിക്കാതെ ഇപ്പൊ റിലീസ് ചെയ്യുമ്പോൾ നല്ല രീതിക്ക് കൈയടിച്ചു. പിന്നെന്താ ഈ പടം ആ രീതിയിൽ പെടും. പിന്നെ പെർഫോമൻസുകളൊക്കെ എല്ലാവരും തകർത്തി ചെയ്തിട്ടുണ്ട്. സുധീഷിന് മാത്രം വയസ്സായത് ഇപ്പോ. അതിലായിട്ട് ചെറുപ്പം സുധീഷിന് ഇപ്പൊ കാണുമ്പോൾ നല്ല ഏജ് ക്യാരക്ടർ. സിദ്ദിഖൊക്കെ എന്ത് രസാന്നറിയും. നമുക്കതിനെ കുറിച്ച് പറയുന്നില്ല. മനോജ് കാജയൻ ഒരുപാട് പേര് ഈ പടം എഴുതി കാണിക്കും. തന്നെ ഒരുപാട് പേർക്ക് ഇത് പറയാണ് താമസസ്മരണയ്ക്ക്. കാസ്റ്റിംഗ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. ഇന്നസെന്റ് മുതല് ഇന്നസെന്റ്, കലാഭവമണി,
NF വർഗീസ്, സുകുമാരി, ക്യാപ്റ്റൻ രാജു, അഗസ്റ്റിൻ, ഗിരീഷ് പുത്തഞ്ചേരി, ശ്രീരാമനുണ്ട്, സുബേറുണ്ട്, പിയോൺ, കൊല്ലവജിത്ത്, GK പിള്ള, ഒരുപാട് പേര് മരിച്ച്. പടത്തിൽ ഗംഭീര കാസ്റ്റിംഗ് ആണ്. ഇർഷാദിനെയൊക്കെ കാണണം. ഇർഷാദ്, കൊല്ലം മജിത്ത്, വിജയകുമാർ, രാമു, പൊന്നമ്മ ബാബു, കുഞ്ചൻ, ബിയോൺ, സുബേർ, ശ്രീരാമൻ, വത്സലാമേനോൻ, ധന്യമേനോ, അഗസ്റ്റിൻ, ക്യാപ്റ്റൻ രാജു, സുധീഷ്, നാരായണൻ നായർ, സുകുമാരി, സിദ്ദിഖ്, സായികുമാർ, മനോജ് ഗാജി, NF വർഗീസ്, പൂർണിക വർഗീസ്, കലാഭവമണി, മണിച്ചേട്ടൻ പെർഫോമൻസ് എന്താണെന്നറിയും. രക്ഷയിലേട്ടാ. മമ്മൂക്കും ആ മണിച്ചേട്ടനുള്ള കോമ്പിനേഷനുകളൊക്കെ രണ്ടാളും വാശിക്ക് അഭിനയിക്കുന്ന ഫീലൊക്കെ തോന്നി. ശോഭനക്ക് ഇതിൽ കുറച്ച് പല ഏജ് ഫീൽ ചെയ്ത്. അത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ടൈമില്ല, സെക്കൻഡറി വലിയേട്ടന്റെ വൈഫിന്റെ ഏജ് അനുസരിച്ച് ഏജ് ആക്കി വന്നാന്ന് തോന്നുന്നു. പിന്നെ പാട്ടുകള്, മറ്റേ പാട്ട് ഏതാ, മാനത്തെ മണിത്തുമ്പ മുത്ത്, മമ്മൂട്ടി കൈയടിക്കുക, കൈ തൊടണില്ലേ. ആ പാട്ടൊക്കെ എന്താ രസമാണെന്ന് അറിയാം. തിയേറ്ററിലൊരു ഭയങ്കര എക്സ്പീരിയൻസ് NF വർഗീസിന്റെ പെർഫോമൻസ് എനിക്ക് പെട്ടെന്നേ നരസിംഹം കഴിഞ്ഞിട്ട് ഷാജി കൈലാസ് ചെയ്യുന്ന പടം കൂടിയത്. അപ്പൊ അതിൽ NF വർഗീസിന്റെ ക്യാരക്ടർ, ഇതില് NF വർഗീസിന്റെ ക്യാരക്ടർ, അതില് മണപ്പള്ളി എന്താ പേര് ഓർമ്മയില്ല. ഇതില് പാവം. 2 ക്യാരക്ടർ മാറിയിട്ടേ ഒരു സംവിധായകൻ പടത്തിന്റെ ഏകദേശം 2 ഫ്യൂഡൽ രീതിയിലുള്ള കഥ തന്നെ പറയുന്നത്. തെമ്മാടി. പിന്നെ മമ്മൂട്ടിയുടെ ഫ്യൂഡൽ തെമ്മാടി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അത് മറ്റേ ദേവാസുരം വേടായി പോകുന്നത്. ഇതിലാളും ചേട്ടന്മാർ അനിയന്മാർക്ക് വേണ്ടി ജീവിക്കുന്ന സ്ട്രഗിളിംഗ് ഒക്കെ സഹിച്ച് കയറി വരുന്ന ആളെപ്പോഴും കോംപ്രമൈസ് മൈൻഡാണ്. പക്ഷെ പ്രശ്നങ്ങൾ വന്നാൽ അടിക്കും ചെയ്യും. പാട്ടുകള്, BGM അതൊക്കെ മമ്മൂട്ടിയുടെ കാണിക്കുന്ന BGM രസമാണ്. മൊത്തത്തില് ഈ പടം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്തതിൽ നമുക്ക് യാതൊരു വിഷമമില്ല. കാരണം അത് കണ്ടപ്പോ റീ റിലീസ് വരുമ്പോഴേ നമ്മൾ കണ്ട പടാണല്ലോ എന്ന് വിചാരിച്ച് കുറെ പേര് പടം കാണാതെ. പക്ഷെ നമുക്ക് തിയേറ്ററിൽ മിസ്സായിട്ടില്ല. ഇപ്പത്തെ മെയിനായിട്ട് ജനറേഷൻ പറഞ്ഞ പിള്ളേർക്കൊന്നും ഈ പടങ്ങൾ TV കാണാനേ ഭാഗ്യം കിട്ടുന്നു. അപ്പൊ ഇപ്പൊ റീ റിലീസ് വരുമ്പോ നമ്മൾ ഫസ്റ്റ് പോയി ടിക്കറ്റ് എടുക്കുക, അത് തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ അറിയാണ്. നീ കണ്ടിട്ടുണ്ടോ മുമ്പ് ഈ പടം? ടിക്കറ്റ് കിട്ടാണ്ട് പോയിട്ട് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം തിയേറ്റർ. ഞാനിപ്പോ ഈ സ്പടികായാലും മണിച്ചിത്രായാലും തിയേറ്ററിൽ കണ്ടിട്ടില്ല. ദേവദൂതനും കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ തിയേറ്ററിൽ കാണാൻ പറ്റി. അപ്പൊ ഇനി ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. ഞാൻ മമ്മൂക്കയുടെ വെയിറ്റ് ചെയ്യുന്ന പടം വടക്കൻ വീരകഥ കേട്ടോ. അത് ഗംഭീര സംഭവമായി പോയി. പിന്നെ റീ റിലീസ് പടങ്ങൾക്ക് മമ്മൂട്ടി ഫാൻസുകാർ പോലും ഈ പടം പ്രൊമോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. കാരണം ഈ പടം എപ്പോഴും ബോക്സ് ഓഫീസിൽ ഒരു കൂടി ടച്ച് ചെയ്തിട്ടില്ല. ഇവൻ ബോക്സ് ഓഫീസ് കളക്ഷൻ വരെ പുറത്ത് വിട്ടിട്ടില്ല. ഗ്രോസ് കളക്ഷൻ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് പുറത്ത് വിട്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പം ഇന്നലെ ഞങ്ങൾ പടം കാണുന്ന സമയത്ത് 2-3 ഫാൻസുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡിസ്കഷൻ നമ്മൾ കേട്ടോ, മമ്മൂട്ടിക്ക് തന്നെ റീ റിലീസ് വേണ്ട പടങ്ങളുള്ള ഹിറ്റല്ല. പക്ഷെ അതെന്താ സംഭവം നമുക്കറിയാം. അപ്പോൾ ഇങ്ങനത്തെ പടങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണം. ശരിക്കും നമ്മളൊക്കെ ചെറുപ്പത്തിൽ പാട്ടുകളൊക്കെ പാടി നടന്നുണ്ട്. വീണ്ടും തിയേറ്ററിൽ കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ പടങ്ങളൊക്കെയാണ് പ്രൊമോഷൻ ഇറക്കി കഴിഞ്ഞാണല്ലോ ഭയങ്കര ഇതാകും. കാരണം നമുക്കൊരു ഒരു വട്ടം കൂടി തിയേറ്ററിൽ കാണാൻ കഴിയാത്ത കുറെ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും അത്. ഇങ്ങനത്തെ ഏത് പടമായിട്ടും കേട്ടോ, മമ്മൂട്ടി മോഹൻലാലിനൊന്നുമില്ല, ഏത് പടമായാലും മാക്സിമം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞില്ല. പുതിയ പടങ്ങളിലെ മാത്രം പ്രൊമോട്ട് ചെയ്യാതെ പഴയ നല്ല കാണാനും കൂടി നമുക്കൊരു അവസരമാണല്ലോ. തിയേറ്ററിലെ പടം എക്സ്പീരിയൻസ് TV-യിൽ ഇപ്പൊ നമ്മൾ 10-20 പ്രാവശ്യം ഈ പടം കണ്ടാലും തിയേറ്ററിലെ എക്സ്പീരിയൻസ് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന വേറൊരു കാര്യം. ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഇതിൽ പ്രൊമോട്ട് ചെയ്യാണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ അടുത്തടുത്ത ആൾക്കാർ നല്ല നല്ല പടങ്ങൾ റീ റിലീസ് കൊണ്ടുവരണമെങ്കിൽ അത് തടസ്സമായിരിക്കും. കാരണം കഴിഞ്ഞ പടം ഇതായി, അതിന് അത്ര കളക്ഷൻ കിട്ടില്ല, ഇത് ഇറക്കി കഴിഞ്ഞാവോ എന്നുള്ളൊരു വരും. അപ്പൊ ഏറ്റവും നല്ലത് നല്ല നല്ല പടങ്ങൾ വരുമ്പോ സപ്പോർട്ട് ചെയ്യണം. അതിനുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പൊ ഇനി ഇത് വരുന്നുണ്ട്, ദളപതി വരുന്നുണ്ട് ഈ മാസം 13-ാം തീയതി. ദളപതി വരുന്നുണ്ട്. മമ്മൂക്കയുടെ വേറെ 2-3 പടങ്ങളിൽ ഇപ്പോൾ ഓൾറെഡി 4K-ക്ക് കൺവെർട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. വടക്കൻ വീരകഥയായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എനിക്കത് കാണാൻ അങ്ങേയറ്റം ആഗ്രഹിച്ചുള്ള പടം. തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന, പക്ഷെ അന്ന് അത് 4K-ക്ക് മാറ്റുമ്പോൾ ക്വാളിറ്റിയിലൊക്കെ മാറ്റം വരും. എത്ര വർഷം മുമ്പ് നോക്കാം നമുക്ക്. അപ്പോൾ ഞാൻ വേറെ കാര്യം പറയാനും കൂടി വിട്ടുപോയ സംഭവം, ഞാൻ കട്ടലാലേട്ട ഫാൻ എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ എല്ലാ മമ്മൂക്ക പടം കാണുന്നതാണ്. എനിക്ക് ഇഷ്ടമായി ഞാൻ പോസ്റ്റ് അഭിപ്രായം പറയുന്ന ആള്. ചില മക്കള് മറ്റേ ഇട്ടിക്കണ്ടപ്പന്മാര് മമ്മൂക്കയില് വലിയേട്ട ഭാഷ പറഞ്ഞ ഇട്ടിക്കണ്ടപ്പനോട് പറയാനുള്ള എന്താ വെച്ചാൽ, നിങ്ങളൊക്കെ ഈ വലിയേട്ടൻ കണ്ടിട്ടില്ലെങ്കിൽ മമ്മൂട്ടി ഫാൻസിനോട് പോയി കാണും. ഞാനൊക്കെ ഈ പടം കണ്ടിട്ട് സംസാരിക്കുന്നു.
എല്ലാ പടങ്ങളും മമ്മൂക്കാരനെ റിവ്യൂ എടുത്ത മനസ്സിലാവും. നിങ്ങൾ മമ്മൂക്ക ഫാൻസ് ലാലേട്ടൻ ഇഷ്ടമായിരിക്കും, എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ മോഹൻലാൽ ഫാനെങ്കിൽ മമ്മൂട്ടിക്കോട്ട് ഇഷ്ടക്കുറവില്ല. ചിലവന്മാർ വെറുതെ ചൊറിയുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു മറുപടിയാണ്. പിന്നെ അതൊരു ചൊറിച്ചിൽ എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ ചില ആൾക്കാരൊരു എന്താ പറയുക, അതൊരു അവരൊരു എന്താ പറയുക വീടുണ്ടോ അത് കിട്ടുന്നില്ല, അതാണ്. അപ്പോൾ അത് നിങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരുന്ന നമുക്ക് സന്തോഷമുള്ളൂ, കാരണം നിങ്ങളിങ്ങനെ ഒന്ന് പ്രതികരിക്കല്ലേ. അപ്പോൾ വേറൊന്നുമില്ല. അപ്പോൾ പടം എക്സ്പീരിയൻസ് ചെയ്യാം. ഇനിയിപ്പോൾ എന്നും കൂടി ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, കാരണം പുഷ്പ ഇന്നലെ നിങ്ങൾ വരുമ്പോഴൊക്കെ പോസ്റ്ററൊക്കെ മാറ്റി തുടങ്ങി. പോസ്റ്റർ മാറ്റാറായി. മാക്സിമം കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ നേരത്തെ പോയി കാണും. എല്ലാ പടം വിജയിക്കും. അപ്പോൾ ശരി, ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സപ്പോർട്ട് ചെയ്യുക. ബൈ.